പണിമുടക്കിൻ്റെ ആധാരം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളഞ്ഞിട്ട് ആ സ്ഥാനത്ത് എന്തോ BVG റാംജി എന്ന മറ്റേ പേരായിട്ടുള്ള എന്തോ സംഗതി മഹാത്മാഗാന്ധിയെ മാറ്റി നിർത്തിയിട്ട് GG എന്ന് പറയുമ്പോഴത്തേക്കും പലവട്ടം ഞങ്ങൾ ചോദിച്ചു ആ G ആരെ സൂചിപ്പിക്കുന്നുവെന്ന്. ഗാന്ധിയുടെ പദ്ധതിയെ കൊന്നിട്ട് G എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി വരുമ്പോൾ ആരും ചിന്തിക്കുക സ്വാഭാവികമായിട്ട് ആ G ഗോഡ്സയെ പറ്റിയാണോ എന്ന്. ഗാന്ധി പദ്ധതി മാറ്റിയിട്ട് ഗോഡ്സെ പദ്ധതി വരുന്നു. അതേപ്പറ്റിയായിരുന്നു തൊഴിലാളി വർഗവും കൃഷിക്കാരും ഉത്കണ്ഠ ഉന്നയിച്ചത്. അതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയായിരുന്നു ആ പണിമുടക്ക്. അതുപോലെ തന്നെ കർഷക നിയമങ്ങൾ 3 ഇവിടെ കൊണ്ടുവന്നത് മോദി ഗവൺമെന്റ്. എവിടെയും തോൽക്കില്ല എന്ന് പറഞ്ഞ മോദിയെ അന്ന് കർഷകർ തോൽപ്പിച്ചു. 1.25 കൊല്ലം നീണ്ടുനിന്ന ഒരു വലിയ സമരത്തിലൂടെ കൃഷിക്കാർ മോദിയെ മുട്ടുകുത്തിച്ചു. ആ നിയമങ്ങൾ 3 പിൻവലിക്കേണ്ടി വന്നു. പിൻവലിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഗവൺമെന്റ് കർഷകരോട്, MSP അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കുമെന്ന്. നടപ്പിലാക്കിയിട്ടേയില്ല. പിന്നെ ബജറ്റ്, ആ ബജറ്റ് അങ്ങേയറ്റം ജനവിരുദ്ധമായിരുന്നു. തൊഴിലാളിക്കും കർഷകർക്കും ജനങ്ങൾക്കും എതിരായ ആ ബജറ്റ് അദാനി അംബാനി ബജറ്റായിരുന്നു. അത് കേരളത്തെ പൂർണ്ണമായിട്ട് വഞ്ചിച്ച ബജറ്റാണ്. ഇതെല്ലാം പണിമുടക്ക് ഉന്നയിച്ച വിഷയങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്കൻ കരാർ, ആ കരാർ ഇന്ത്യയുടെ പരമാധികാരത്തെ പ്രയോഗപ്പെടുത്തിയ കരാറാണ്. പരമാധികാരം ജനങ്ങൾക്കാണെന്ന ഭരണഘടനാ പ്രഖ്യാപനം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്വന്തം ട്വിറ്ററിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ എല്ലാ പരമാധികാര മൂല്യങ്ങളെയും പണയപ്പെടുത്തുന്ന പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ല, ഇന്ത്യൻ താരിഫ് ഇത്രയായിരിക്കും, താരിഫ് ഇല്ലാതെ ഇത്ര ഇനങ്ങൾ അങ്ങോട്ട് കയറ്റിയേക്കും ഇന്ത്യ, താരിഫ് കുറച്ചുകൊണ്ട് ഇത്ര എണ്ണ ഇങ്ങോട്ട് കയറ്റിയേക്കും. ഇതെല്ലാം പറയാൻ മോദി ആരാണ്? ഈ പരമാധികാര രാജ്യത്തിന്റെ നയങ്ങൾ പറയാൻ, തീരുമാനം പറയാൻ ആരാണ്? ട്രംപ്. ട്രംപ് ആരാണ്? ട്രംപ് മോദിക്ക് വലിയ ആളായിരിക്കാം, ക്ലോസ് ഫ്രണ്ടായിരിക്കാം, ഡിയർ ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ തമ്പുരാനായിരിക്കാം മോദിക്ക്. പക്ഷെ ഇന്ത്യൻ ജനങ്ങൾക്ക് ട്രംപ് ആരാണ്? ട്രംപ് ആരുമല്ല. ആ ട്രംപിന്റെ ട്വിറ്ററിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യൻ നയമായി മാറുകയാണ്. ഇന്ത്യൻ പോളിസി നിശ്ചയിക്കേണ്ടത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ പാർലമെന്റാണ്, ഇന്ത്യയിൽ ഗവൺമെന്റാണ്. ആ പാർലമെന്റ് അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, ക്യാബിനറ്റിലെ മോദിയുടെ കൊളീഗ്സ് പോലും അറിയാതെയാണ് അത് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഒരു പൂർണ്ണരൂപം ആർക്കും അറിയില്ല. അത് ഉന്നയിക്കപ്പെട്ടു ആ പണിമുടക്കിൽ. ആ പണിമുടക്കിൽ അതെല്ലാം കൊണ്ടായിരിക്കും കോൺഗ്രസ് പിന്താങ്ങിയത്. LDF ജാഥകൾ 3 അന്ന് പ്രവർത്തിച്ചില്ല. ജാഥകൾ 3 അന്ന് നിർത്തിവെക്കാൻ LDF തീരുമാനിച്ചു. ആ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് LDF നിർത്തിവെച്ച ജാഥകളുടെ സ്ഥാനത്ത് അന്ന് കേരളം ഒരു കാഴ്ച കണ്ടു. പൂർവാധികം വേറോടുകൂടി അന്ന് UDF ജാഥ നടന്നു ഇവിടെ. അതാണ് UDF. അതാണ് UDF ജാഥ. AICCയെ പോലും മറികടന്നുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും മോദി നയങ്ങളെ പിന്താങ്ങുന്നുണ്ട് ഇവിടുത്തെ കോൺഗ്രസുകാർ, UDFകാർ. കേരളത്തിലെ കോൺഗ്രസിന് മല്ലികാർജുൻ ഖാർഗെയേക്കാൾ വലിയ ആളാണോ മോദി എന്ന് പറയണം സതീശനും കൂട്ടുകാരും. മോദിയെ പിണക്കുന്ന BJPക്ക് നിരക്കാത്തതൊന്നും പറയില്ല എന്ന വാശിയുള്ള പാർട്ടിയായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ബജറ്റിനെ പറ്റിയുള്ള ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ കേരളത്തോട് ബജറ്റ് കാണിച്ച അവഗണനയെ പറ്റിയുള്ള പ്രമേയമായിരുന്നു അത്. ആ പ്രമേയം ഒരേ സ്വരത്തിൽ ഏകകണ്ഠേന പാസ്സാക്കണമെന്ന് LDF ആഗ്രഹിച്ചിരുന്നു. ആ വിഷയത്തിൽ മാത്രം സഹകരണം ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പ്രതീക്ഷിച്ച് കോൺഗ്രസ് വരുമെന്ന് സഹകരിക്കുമെന്നും. പക്ഷെ അന്നും കോൺഗ്രസ് പതിവ് പോലെ ഇറങ്ങിപ്പോയി. വാക്കൗട്ട് ശീലമാക്കിയ കോൺഗ്രസ് അന്നും ഇറങ്ങിപ്പോയി. ഇതെല്ലാം എന്താ വ്യക്തമാക്കുന്നത്?
UDF ജാഥ നയിക്കുന്ന നേതാക്കന്മാർക്ക്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവർക്ക് മോദിയെ വെറുപ്പിക്കാൻ ഭയമാണ്. മോദിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും പറയാൻ അവർക്കാകില്ല. മോദി നയങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പണിമുടക്കുണ്ടായാൽ ആ പണിമുടക്കിന് INTUCയും കോൺഗ്രസും പിന്താങ്ങിയാൽ പോലും അന്ന് സ്വന്തം ജാഥ നിർത്തിവെക്കാൻ കഴിയാത്തത്രയും അടിമത്തമുണ്ട് ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് BJPയോട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ നേതാക്കന്മാർ വ്യക്തമാക്കണം, അവർക്ക് വലുത് മല്ലികാർജുൻ ഖാർഗെയാണോ, രാഹുൽ ഗാന്ധിയാണോ, സോണിയാഗാന്ധിയാണോ, പ്രിയങ്ക ഗാന്ധിയാണോ, അതോ നരേന്ദ്രമോദിയാണോ, ട്രംപാണോ എന്ന് വ്യക്തമാക്കണം. ട്രംപിനും മോദിക്കും വേണ്ടിയുള്ള ഒരു മൗനമായിരുന്നു സഭയിൽ കാണിച്ചതെങ്കിൽ ട്രംപിനും മോദിക്കും വേണ്ടിയുള്ള ഒരു ജാഥയാണ് 12-ാം തീയതി ഇവിടെ വെടിവെപ്പ് നടത്തിയത്. ആ ജാഥയ്ക്ക് അതുകൊണ്ട് പല ഗൗരവപ്പെട്ട ചോദ്യങ്ങളിലും ഉത്തരവില്ല. അതുകൊണ്ട് ആ ജാഥ രാഷ്ട്രീയം പറയുന്നില്ല, ജനങ്ങളെപ്പറ്റിയോ ജീവിതത്തെപ്പറ്റിയോ മിണ്ടുന്നില്ല. ജീവിതത്തെയും ജനങ്ങളെയും ഭാവിയെയും മറന്നുകൊണ്ടുള്ള ജാഥയാണത്. ആ ജാഥ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാതെ എന്നും ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, അന്ധമായിട്ടുള്ള ഇടതുപക്ഷ വിരോധം. അതാണ് കേരളത്തിലെ കോൺഗ്രസ്. വേറൊന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത അന്ധമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈമുതലാക്കിയ കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ, കോൺഗ്രസിൻ്റെ നയങ്ങളെല്ലാം വഞ്ചിക്കുന്ന BJPയുടെ ബന്ധുവായി മാറിയത്. ആ ബന്ധമാണ് കേരളത്തിലെ കോൺഗ്രസിനെ ട്രംപിൻ്റെയും ബന്ധുവാക്കി പറ്റുന്നത്.